ഹായ്, നമ്മൾ ഇന്നൊരു പുതിയ വീടല്ല, പഴയ വീട് തന്നെ, പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അന്നേരം അതിൻ്റെതായ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. കാര്യം വർക്കെല്ലാം കഴിഞ്ഞ് പിന്നെ എപ്പോഴേലും ആയിരിക്കും നമ്മൾ ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നല്ലത് തുടക്കം മുതലേ അപ്ലോഡ് ചെയ്യുക, ഫിനിഷിങ്ങിലേക്ക് നമുക്ക് എത്തുമ്പം അതിന്റെ ഫൈനലായിട്ടുള്ളത് അന്നേരം പിന്നെ കണ്ടിന്യൂ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ വർക്ക് കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇടുന്നതായിരിക്കും. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇത് ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടാനൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിപ്പം നമ്മൾ ആദ്യം തന്നെ ലിവിങ് ഏരിയയിൽ കുറച്ച് എന്താ പറയുന്നത്, ഇത് പഴയ വീടായതുകൊണ്ട് കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. അതുപോലെ സ്റ്റെയർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ ഇത് ഡൈനിങ് ഏരിയ നേരത്തെ ഇതിനകത്തായിരുന്നു, ഇതെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് ഓപ്പൺ കിച്ചൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്തിട്ട് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ്. ഇനിയിപ്പോൾ അതിന്റെ വാർപ്പ് നടന്നു കഴിഞ്ഞ ഉടനെ അത് വാർത്തെല്ലാം സെറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞ ഉടനെ കിച്ചന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചന്റെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് കിച്ചന്റെ വിൻഡോയുടെ ഒരു ഇഷ്യൂസ് ഉണ്ട്. വിൻഡോ എന്ന് പറയുമ്പോൾ വലുതായിരുന്നു എല്ലായിടത്തും. കിച്ചൺ എന്ന് പറയുമ്പം വിൻഡോ നമ്മൾ ഒരു എല്ലായിടത്തും നോർമലി ബെഡ്റൂമിൽ വെക്കുന്ന വിൻഡോ തന്നെ ആയിരിക്കും നമ്മൾ ഇതിനകത്തും വെക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഇവിടെ നമ്മൾ 2 അടിക്ക് വിൻഡോ സെറ്റ് ചെയ്യുക. അതിനുള്ള ഓപ്പണിംഗ് ആക്കിയിട്ടുണ്ട്. അതിന്റെ വിൻഡോ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് 2 അടിക്ക് വിൻഡോ സെറ്റ് ചെയ്യുവാണ്. അതാണ് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഇതിനകത്ത് ഞാൻ 3D പ്ലാൻ ഈ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അന്നേരം നിങ്ങൾക്കൊരു നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്നതിന്റെ തന്നെ അല്ല, ഇതിന് എന്താ മുൻകൂറുള്ള പ്ലാൻ, എന്താ ഇത് വർക്ക് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണോ വരുന്നതെന്നൊക്കെ അറിയണമല്ലോ. അന്നേരം അതിന്റെ ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഏകദേശം ഈ വീടിന്റെ ഒരു കിടപ്പോശം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവുമല്ലോ. ഇതിനകത്ത് നമ്മൾ കുറെ പ്ലാനിങ് വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം 3D ഞാൻ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വർക്കുകൾ നടക്കുന്നതിനനുസരിച്ച് ഇപ്പം ബെഡ്റൂമുകളെല്ലാം കുറെ ഐഡിയാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളുടെയൊക്കെ കുറെ പ്ലാൻസ് ഇപ്പൊ സീലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബെഡ്റൂമുകളിൽ കുറച്ച് ഇന്റീരിയറിന്റെ ഒരു ഡിസൈനുകളും പ്ലാനിങ്ങുകളും എല്ലാം ഉണ്ട്. പിന്നെ കിച്ചൺ, ഇത് ലിവിങ് ഏരിയ, എല്ലാത്തിന്റെയും ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റിങ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉടനെ തന്നെ ബാക്കിയുള്ളതും കണ്ടിന്യൂ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് അധികം ഈ വീടിന്റെ വർക്കിന് ടൈം ഇല്ല. പിന്നെ കാരണം അധികം ഒരു 1 മന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മെയിൻ്റനൻസ് കുറച്ച് പൊട്ടിക്കലും അങ്ങനെയുള്ള വർക്കുകളെല്ലാം കൂടെ 1 മാസം കൂടെ, അങ്ങനെ മൊത്തത്തിൽ 2 മാസത്തിനുള്ളിൽ ഈ വർക്ക് തീർക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് എയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നന്ദി.